ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദയ ഗിരിജ ആ സംഭവത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദയ ഗിരിജ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു പ്രശ്നമുണ്ടായ രണ്ടുപേരുടെ ഭാഗം കേൾക്കണമല്ലോ. പിന്നെ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് ഇവരുടെ ചുറ്റുമുള്ളവർ തന്നെയാണ് മോശം കാര്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിച്ചത്. അതിൽ സത്യമുണ്ട് എന്ന വിശ്വാസം ഉള്ളത് കൊണ്ടാണ് എല്ലാവരും അത് റിയാക്ട് ചെയ്തത്. ഫസ്റ്റ് ഇവരുടെ വിഷയങ്ങളൊന്നും ഇനി പറഞ്ഞു തരേണ്ട കാര്യമില്ലെങ്കിലും ഒന്നുകൂടി സൂചിപ്പിക്കാം. പോക്സോ കേസ് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് അനാഥാലയത്തിൽ വെച്ച് തന്നെ ഗർഭിണിയാവുക, പിന്നെ മകനെ കൊണ്ട് പിടിച്ചു കെട്ടുക, പിഴച്ചവളെ കെട്ടിക്കാൻ പറ്റില്ല എന്ന് അമ്മ സംസാരിച്ചു എന്ന് അനാഥാലയത്തിൽ ഉള്ള വേറൊരു പെൺകുട്ടിയുടെ മൊഴി. അങ്ങനെയൊക്കെയാണ് ഈ സ്ത്രീക്കെതിരെ ഭയങ്കര മോശം കമന്റുകളും കാര്യങ്ങളും രംഗത്ത് വന്നത്. പിന്നെ ഈ സ്ത്രീക്ക് അവിഹിതപരമായ ബന്ധങ്ങൾ ഉണ്ട്, അങ്ങനെയുള്ള കുറെ കേസുകള്. മുൻ കാമുകനാണ് പട്ടാപ്പകല് പൊതുസ്ഥലത്തിട്ട് തന്റെ ആദ്യ ഭർത്താവിനെ കുത്തിക്കൊന്നതെന്ന് സ്വന്തം നാട്ടുകാരി രംഗത്ത് വരുന്നു. പിന്നെ ഒരു യൂട്യൂബ് തുടങ്ങുന്നു, ആ യൂട്യൂബിലൂടെ നാട്ടുകാരി അങ്ങ് വൈറലാവുന്നു. പിന്നെ ജീവമാത കാരുണ്യ ഭവനിൽ ജോലി ചെയ്തിരുന്ന സന്ധ്യ എന്നാൽ രംഗത്ത് വരുന്നതോടുകൂടിയാണ് ഇതെല്ലാം ചൊറിഞ്ഞെടുക്കുന്നത്. പിന്നെ അവിടെ താമസിക്കുന്ന പ്രായം ചെന്ന അമ്മമാരുടെ വെളിപ്പെടുത്തലുകളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ മൊത്തത്തിൽ അങ്ങനെയാണ് ഈ പ്രശ്നം ക്ലാഷ് ആയെന്ന് തന്നെ പറയാം. ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രേക്ഷകർ ആര് പറയുന്നത് വിശ്വസിക്കണം? ഇവരുടെ നാട്ടുകാരെന്ന് പറയുന്നത്, ഇവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തതെന്ന് പറയുന്നവര്, അതുപോലെ തന്നെ ഇവരുടെ സ്ഥാപനത്തിൽ താമസിച്ചവര്, അതുപോലെ തന്നെ ഇവരുടെ അടുത്തുള്ളവര്, അതായത് ആ സ്ഥാപനത്തിന് ചുറ്റുമുള്ളവര്, ഇവരെല്ലാരും പറയുന്നത് കള്ളമാണെന്നാണ് ഈ ഉദയ ഗിരിജ വാദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉദയ ഗിരിജനെയാണോ വിശ്വസിക്കേണ്ടത്, അതോ നാട്ടുകാരെയും ഈ പറഞ്ഞ ആൾക്കാരെയും വോയിസ് റെക്കോർഡും കാര്യങ്ങളും പുറത്തു വന്ന ഈ ആൾക്കാരെയെല്ലാം നമ്മൾ വിശ്വസിക്കേണ്ടത്? എന്താണ് സത്യം പറഞ്ഞാൽ ഈ നടക്കുന്നത്? ഇവർ പറയുന്നതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് പറയാം. പക്ഷെ ആദ്യ ഭർത്താവിന്റെ അമ്മേനെ വരെ ഇപ്പോൾ രംഗത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അമ്മയുടെ സംസാരവും നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പം സ്വന്തം മകനെ കുറിച്ച് ഒരമ്മ അങ്ങനെ നെഗറ്റീവായിട്ടൊരു കാര്യം പറയുമോ? എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ സത്യാവസ്ഥ എന്താ നമുക്ക് ആർക്കും മനസ്സിലാവും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ളവളെ മരുമോളായി സ്വീകരിക്കാൻ താല്പര്യമില്ല, പിഴച്ചവൾ, അതാ മറ്റേതാ മറിച്ച് അവൾ. അതുപോലെ തന്നെ അനാമിക പിഴച്ചവളാണ്. അതുപോലെ തന്നെ അനാമികരെ എന്റെ മകന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന പ്രശ്നം ഉണ്ടാക്കിയതിനു ശേഷമാണ് അനാമികയും വിഷ്ണു അനാഥാലയത്തിൽ നിന്ന് ഇറങ്ങി പോകുന്ന സംഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് അനാഥാലയത്തിൽ താമസിച്ചിരുന്ന അനാമികയുമായി അടുത്ത ബന്ധമുള്ള ഒരു കൂട്ടുകാരി വെളിപ്പെടുത്തലുമായി വന്നിരുന്നു. അപ്പൊ ഇതിലൊക്കെ സത്യാവസ്ഥയില്ലേ? പക്ഷെ ഇപ്പോൾ നല്ല രീതിയിൽ ഇതിനെയൊക്കെ തേച്ച് മാച്ച് കളയുന്ന രീതിയിൽ ഉദയഗിരിജ പറയുകയാണ്, എന്റെ മോളെ എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. 18 വയസ്സ് തികഞ്ഞാലുടനെ എന്റെ മോന് കെട്ടിച്ചു കൊടുക്കാനിരിക്കുകയായിരുന്നു. അതുപോലെ ഞാൻ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അവരുമായിട്ട് ബന്ധമുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ഈ കാര്യം പറഞ്ഞിരുന്നു, എല്ലാവർക്കും അറിയാമായിരുന്നു എന്നൊക്കെയാണ്. അങ്ങനെ ഒരു മോളെ 3 വർഷം കഴിയുമ്പോൾ ഞാൻ ഇനി കൊന്നുകളയേണ്ട കാര്യമുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇവരുടെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം പ്രശ്നമുണ്ടായി, ഈ പെൺകുട്ടി അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് ഓടിച്ചെന്നു എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ഇതുമായിട്ട് അടുത്തുള്ളവരും പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധമുള്ളവരും ഒക്കെ രംഗത്ത് വന്നിരുന്നു. അപ്പൊ ഇതിന്റെ അകത്തൊന്നും സത്യമില്ലെന്നാണ് ഉദയഗിരിജ വാദിക്കുന്നത്. ഏതായാലും പിന്നെ എനിക്കൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇവരുടെ കുഞ്ഞിന്റെ നൂലുകെട്ടാൻ അനാമിക വിഷ്ണു ഒഫീഷ്യൽ ചാനലിൽ അവർ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പൊ അതിൽ അനാമികയുടെ സംസാരം അഹങ്കാര ചൊവ്വയുള്ള ഒരു സംസാരം തന്നെയാണ്, അല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ അകത്ത് ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് വന്നു. ഞാൻ അതിൻ്റെ അകത്ത് റിയാക്ട് ചെയ്യാത്ത, എനിക്ക് ഇതെന്ന് തോന്നുന്ന വിഷയങ്ങൾ മാത്രമേ ഞാൻ റിയാക്ട് ചെയ്യൂ. എല്ലാത്തിലും പോയി സംസാരിക്കാറില്ല കേട്ടോ. പക്ഷെ അതിന് ഞാൻ റിയാക്ഷൻ ചെയ്യാതിരുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കുഞ്ഞു ജീവനാണ്. അതെങ്ങനെയെങ്കിലും അവര് ഹാപ്പിയാണോ, അവർ തമ്മിൽ പ്രശ്നമുണ്ട്, എല്ലാ വീട്ടിലും പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ട്, അവരുടെ ജീവിതം എങ്ങനെയൊക്കെ ജീവിച്ച് തീർക്കട്ടെ. അതും കൂടെ നമ്മൾ ചെകഞ്ഞു വാരണ്ട. കാരണം അവർക്കിനി മുന്നോട്ട് ജീവിച്ചേ പറ്റത്തുള്ളൂ. രണ്ടുപേർക്ക് ഇപ്പൊ പിരിഞ്ഞു പോകാനൊന്നും പറ്റില്ല. ഒരു കുഞ്ഞു ജീവനുണ്ട്, ആ കുഞ്ഞു ജീവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവര് ചെയ്ത തെറ്റുകളൊന്നും അറിയാതെ അത് മുന്നോട്ട് വളരുന്ന ഇവര് കുടുംബക്കാരും ഒക്കെ ചെയ്തത് ലോക തോന്നിവാസം തെറ്റുകളും കാര്യങ്ങളും മാത്രമാണ്. അതിപ്പോ എത്ര വാദിച്ചാലും അതൊന്നും തേഞ്ഞു മാഞ്ഞാൻ പോകുന്നില്ല. പക്ഷെ ആ കുഞ്ഞു ജീവനെ ഓർത്ത് ഞാൻ ആ റിയാക്ഷൻ വീഡിയോ ചെയ്യണ്ട. അനാമിക എന്ത് തന്നെ ആയിക്കോട്ടെ, അഹങ്കാരത്തിൽ സംസാരിക്കുകയോ അവരുടെ പ്രശ്നം എന്തെങ്കിലുമൊക്കെ ആയിപ്പോട്ടെ. പക്ഷെ ജീവമാത കാരുണ്യഭവന്റെ പ്രശ്നം അങ്ങനെയല്ല. അതിൽ എന്തെങ്കിലും ഇവരൊക്കെ പറയുന്നതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ള ഗിരിജയുടെ വാക്കുകൾ ഏതായാലും ഒന്ന് നിങ്ങൾ കേട്ടിട്ട് വരും. ഇപ്പൊ തന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സ്ഥാപനം തുടങ്ങിയത് ഇതിന്റെ പ്രസിഡന്റ് രജിസ്റ്റർ ചെയ്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അണ്ണനാണ് ഇത് രജിസ്റ്റർ ചെയ്തത്. 2011 എന്റെ മകൻ മരിക്കുന്നത്. മാർച്ച് 13 അവൻ മരണപ്പെട്ടത്. ഈ സ്ഥാപനം തുടങ്ങിയത് 2009. അന്ന് പ്രസിഡന്റ് അമ്മ എന്റെ ഒരു മെമ്പറാ.
അന്ന് തുടങ്ങുന്ന സമയത്ത് അണ്ണൻ എന്റെ പ്രസിഡന്റ്, ഞാനും അതിനകത്ത് മെമ്പറാണ്, അമ്മയും അതിനകത്ത് മെമ്പറായിട്ട് സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തത്. പക്ഷെ യൂട്യൂബറുകാർ പറയുന്നത് ഇത് ഞാൻ ഷോയ്ക്ക് അണ്ണന്റെ ഒരു സ്മാരകം ഇവിടെ വെച്ചിട്ടുണ്ട്, അപ്പൊ അത് അണ്ണൻ അറിഞ്ഞിട്ടേ ഇല്ല. അതെ, അത് ഇവിടെ സ്മാരകം വെക്കാനുള്ള യോഗ്യത ഇല്ല. എന്റെ കാമുകൻ കൊന്നു, എന്നെയും എന്റെ കാമുകനെയും പത്തനാപുരത്ത് വെച്ച് ഓട്ടോയ്ക്കകത്ത് വെച്ച് കണ്ട്, അങ്ങനെ കാമുകൻ കുത്തിക്കൊന്നു. അങ്ങനെ പല കഥകളുമാണ് വരുന്നത്. അതെ, അത് സോഷ്യൽ മീഡിയ മൊത്തവും അത് പ്രചരിച്ചു, എല്ലാ മനുഷ്യരും അത് വിശ്വസിച്ചു. സത്യസന്ധത എന്തുവെന്ന്. എന്നിട്ട് ഞാനൊരു റിയാക്ഷൻ വീഡിയോക്കകത്ത് വന്ന് പറഞ്ഞു, ഇതേപോലെ പത്രത്തിന്റെ ഇത് സഹിതം ഞാൻ കാണിച്ചു, ഇങ്ങനെ മരിച്ചേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുന്നലെ പോയി അന്വേഷിച്ചു. പുന്നല ജംഗ്ഷനിൽ വെച്ച അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് നടത്തിയ കല്യാണമാണോ അതോ അതിനു മുമ്പേ ഈ കുട്ടി പ്രഗ്നന്റ് ആയതുകൊണ്ട് നടത്തി വെച്ചതാണോ എന്ന് ചോദിക്കുന്ന പലരും ഉണ്ട്. ഇത് എൻ്റെ മരുമോളെ ഇവിടെ നിൽക്കുന്ന ഈ സ്ഥാപനത്തിൽ വന്ന കുട്ടി എന്ന നിലയിൽ അവൾ നല്ല ആക്റ്റീവായിരുന്നു. നല്ല നമ്മുടെ പ്രോഗ്രാമൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതൊക്കെ അവളായിരുന്നു. നല്ല മിടുക്കിയായിരുന്നു, ഓടിച്ചാടി നടക്കുന്ന നല്ലൊരു മിടുക്കിയായിരുന്നു. അപ്പം അവൾ +1 പഠിക്കുന്ന സമയത്തെ അവൾക്ക് ഒറ്റപ്പെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പേരൻസ് മീറ്റിങ്ങിന് ആരും ചെന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൾ സങ്കടപ്പെട്ട സമയത്തെ ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടത് തന്നല്ല, ഇവിടെ ഫംഗ്ഷന് വന്നിട്ടുള്ള ഞാനുമായിട്ട് നല്ല അറിയപ്പെടുന്ന ഡിപ്പാർട്ട്മെന്റ് ബേസിലുള്ളവരോട് വരെ അവളെ മരുമോളാക്കണം എന്ന്. അവൾക്ക് 18 വയസ്സ് കഴിയുമ്പോൾ എൻ്റെ മോളായിട്ട് എൻ്റെ വീട്ടിൽ തന്നെ അവൾ താമസിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ബേസ് പോലും എല്ലാ. സത്യം പറഞ്ഞാൽ ഉദയഗിരിജയുടെ വാക്കുകൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് അവര് പറയുന്നത് സത്യമാണെന്ന് തോന്നിയിട്ടുണ്ടോ, അതോ മറ്റുള്ള ആൾക്കാർ പറഞ്ഞു പരത്തിയതാണോ സത്യം? സത്യത്തിൽ ഏതാണ് സത്യം എന്നാണ് ഇപ്പൊ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്നത്. കാരണം നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ഇവര് രണ്ടുപേര് പറയുന്നത് എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്നത്. ഇവരാര് പറയുന്നതാണ് സത്യമെന്നാണ് ഇപ്പൊ മൊത്തത്തിലൊരു എന്താണ് പ്രശ്നമായിട്ടിരിക്കുന്നത്. ഏതായാലും നിങ്ങൾ കമന്റ് ചെയ്യൂ, നിങ്ങൾ ആരുടെ ഭാഗത്താണ്? ഉദയഗിരിജ പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ കാര്യമുണ്ടോ? ഏതായാലും നിങ്ങൾ തന്നെ കമന്റ് ചെയ്യൂ.